എന്തൊരു മഴയല്ലേ, എത്ര ദിവസമായിട്ട് തുടങ്ങിയ മഴയാണ്. എന്തായാലും ഞാനും വിവേകം കൊണ്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചേ. ഇന്നൊരു സൺഡേ ആയിരുന്നു. എത്ര നേരം എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ അകത്ത് തന്നെ ഇരിക്കുന്നത്. വലിയ കാര്യമായിട്ടൊന്നും മേടിക്കാനില്ല കേട്ടോ, എന്നാലും വിചാരിച്ചു ഒന്ന് പോയേക്കാമെന്ന്. മഴ കാരണം കാറിലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ കാർ എടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എവിടെയും സ്ഥലം കിട്ടത്തില്ല. എനിക്കെപ്പോഴും എൻ്റെ ടൂ വീലറിൽ പോകുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം കേട്ടോ. നമ്മുടെ കടപ്പുറം മാളുണ്ട്. ഈ മാൾ എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയത്തില്ല. നമ്മുടെ കടപ്പുറ, അതായത് നമ്മൾ മാന്നാറിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു മാളുള്ളത്. ഞങ്ങൾക്കിത് തൊട്ടടുത്താണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യമുണ്ട് ഞങ്ങൾ ഇവിടോട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ പോയാലൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഇടാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഇട്ട് സൂപ്പർ മാർക്കറ്റിനകത്തോട്ട് കയറിയേ. പ്രത്യേകിച്ച് ഒന്നും തന്നെ മേടിക്കാൻ പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ചുമ്മാ റാൻഡമായിട്ട് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. എവിടെ പോയാലും ഏത് കടയിൽ പോയാലും ഞാൻ സാമ്പ്രാണി മേടിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ സാമ്പ്രാണി ഒരു വീക്ക്നെസ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് ചിലപ്പം എന്നെ തന്നെ കാണുമ്പോൾ തോന്നുന്നത് നമ്മുടെ വൺ മാൻ ഷോ അല്ലേ, അതെ, ആ സിനിമയ്ക്കകത്തെ സലീം കുമാർ സാറിനെ എനിക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം എപ്പോഴും ആ ഒരു ക്യാരക്ടറിനകത്ത് ഇങ്ങനെ ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ സാമ്പ്രാണി കത്തിച്ച് വയ്ക്കും കേട്ടോ. എനിക്കതിൻ്റെ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഞാനിങ്ങനെ. അപ്പോൾ അതിനെന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിവേകും അനിയനും ഒക്കെ കളിയാക്കാറുമുണ്ട് കേട്ടോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് സാമ്പ്രാണി കത്തിക്കുന്നതെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിവേക് എന്തോ കാറിൻ്റെ ഐറ്റംസായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ കാർ വാഷിനുള്ള എന്തൊക്കെയോ ഐറ്റംസ്, അതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല. അത് പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വലിയ കാര്യമായിട്ട് അത് ശ്രദ്ധിച്ചില്ല. പിന്നാണെങ്കിൽ നമുക്കൊരു ലൈറ്റ് വേണം എന്നുണ്ടായിരുന്നു. അതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ നോക്കുമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഓൺലൈനിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ ഇത് ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ, എന്തായാലും വാങ്ങിച്ചില്ല. നമ്മൾ പോയ സ്ഥിതിക്ക് നോക്കണമല്ലോ. ഇനിയും കുറച്ച് ബേക്കറി ഐറ്റംസ് എടുക്കാമെന്ന് വിചാരിച്ചേ. അതൊക്കെ അവിടുത്തെ അമ്മയ്ക്കുള്ളതാണ്, വിവേകിൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ അമ്മയാണെങ്കിൽ ഇടയ്ക്ക് ടി വി കാണുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സ്നാക്ക് ഇങ്ങനെ കഴിക്കുവേ. എല്ലാം ഒന്നും കഴിക്കത്തില്ല, ചില ഐറ്റംസ് കഴിക്കും. അമ്മയ്ക്കാണ് ഏറ്റവും ഫേവറേറ്റ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മധുരമുള്ള ഏത്തക്കയുടെ ഒരു ഉപ്പേരിയുണ്ട്. അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും പിന്നെ എല്ലായിടത്തും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. ചില കടകളിൽ അത് ഒരുപാട് ഇട്ടിങ്ങനെ മൂപ്പിക്കുമ്പോൾ അതിങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് മേടിക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് വാങ്ങിച്ചു, പിന്നെ ഉപ്പേരി മേടിച്ചു, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചേ. പിന്നാണെങ്കിലേ നമ്മുടെ ഈ ലിറ്റിൽ ഹാർട്ട്സിൻ്റെ ബിസ്ക്കറ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ സ്കൂൾ ടൈം ഓർമ്മ വന്നത്. ആ സമയത്തൊക്കെ ഈ ബിസ്ക്കറ്റ് ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഈ 90s കിഡിനൊക്കെ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാ ഈ ഒരു പാക്കറ്റിനകത്ത് കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. പീലോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, കറക്റ്റാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് ആ ബൈറ്റ്സ് ഓർമ്മ വന്നു കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും എൻ്റെ ഫേവറേറ്റ് സാമ്പ്രാണിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 7:30 മണിയായി. മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് വീട്ടിലോട്ട് പോയേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.